ഒരാൾ എൻ്റെ ചെകിട്ടത്തടിച്ചാൽ തിരിച്ചടിക്കാതിരിക്കുക ഒരു ലെവലാണ്. ഒരാൾ എൻ്റെ ചെകിട്ടത്തടിച്ചാൽ തിരിച്ചടിക്കാതെ മറ്റേ ചെകിട് കൂടി അടിക്കാൻ വേണ്ടി കാട്ടിക്കൊടുക്കുക, ഇത് ആദ്യത്തെ ലെവലിലും ഒരു പടി മുകളിലാണ്. ആ വ്യക്തി എന്നോട് ചെയ്തത് ഞാൻ ക്ഷമിക്കുക മാത്രമല്ല, ആ വ്യക്തിയെ ആലിംഗനം ചെയ്യുക, ചുംബിക്കുക, ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് ഒരു ലോജിക്കും ഇല്ല. എന്നാൽ യേശു അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ദൈവത്തിൻ്റെ നമ്മെപ്പറ്റിയുള്ള 10 ഇഷ്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുകയായിരുന്നു. ഇനിയും നിങ്ങളുടെ കയ്യിലെ പെരുവിരൽ നോക്കിക്കേ. ഇവൻ സാധാരണക്കാരനല്ല, ഇതിന് വലിയ പവറാണുള്ളത്. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 800 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. പല കാര്യങ്ങളിലും ഒരാൾക്ക് മറ്റൊരാളിനോട് സാദൃശ്യമുണ്ട്. എന്നാൽ യോജിക്കാനാകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് കൈയുടെ പെരുവിരലിലെ രേഖകൾ. ഒന്ന് സങ്കല്പിക്കുക, നിങ്ങൾ 100 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയാൽ അതിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളുടെ വിരലടയാളം മുദ്രപത്രത്തിൽ പതിപ്പിക്കും. അതുമാത്രമാണ് നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗം. ഒരു പ്രാവശ്യം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ തോറ്റു, ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അദ്ദേഹം പറഞ്ഞു 30 വർഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. കൂട്ടുകാരൻ എന്നോട് ചൂടായി. ഞാനൊരു സീരിയസ് കാര്യം നിന്നോട് പറയുമ്പോൾ നീ തമാശ പറഞ്ഞ് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനും സീരിയസ് ആയി തന്നെയാണ് പറഞ്ഞത്. നിൻ്റെ ഭാര്യയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്ന്. കാരണം നിൻ്റെ ഭാര്യ കഴിഞ്ഞ 30 വർഷമായി താങ്കളുമായി അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുകയല്ലേ. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ? എവരി മാൻ ആൻഡ് വുമൻ ഹാവ് ഡിഫറെൻറ്റ് ബിഹേവിയർ, ബട്ട് വെൻ ഗോഡ് ജോയിൻഡ് യു നോട്ട് ഫോർ കംപ്ലൈനിങ് ഈച്ച് അതർ ബട്ട് ടു ലവ് ഈച്ച് അതർ. സേ ഇൻ അതർ വേർഡ്സ്, അഡ്ജസ്റ്റ് ഈച്ച് അതർ. ഇനിയും 6-ാമത്തേതും 7-ാമത്തേതും പോയിൻ്റ് ഒന്നിച്ച് പറയാം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ആരാണ് നമ്മെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? സംശയം വേണ്ട, അത് സാത്താൻ തന്നെ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ അധിപതി, അതായത് സാത്താൻ, ആ കുഞ്ഞിനെ അവൻ്റെ നിയന്ത്രണത്തിലാക്കും. സാത്താൻ അവൻ്റേതായ രീതിയിൽ ആ കുഞ്ഞിനെ അവൻ്റെ ശിക്ഷണത്തിൽ വളർത്തും. ഇത് മാതാപിതാക്കൾ അറിയുക പോലുമില്ല. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ഒരു കുഞ്ഞ് സമപ്രായക്കാരായ മറ്റൊരു കുഞ്ഞിനോ അടിക്കുകയോ ഗോഷ്ട് കാണിക്കുകയോ ചെയ്താൽ അടി കൊണ്ട കുഞ്ഞിനോട് സാത്താൻ പറയും, നീയും തിരികെ അതുപോലെ തന്നെ ആ കുഞ്ഞിനെയും ചെയ്യുക. ഒരു കുഞ്ഞിൻ്റെ ചെറുപ്രായം മുതൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാനായി സാത്താൻ പ്രേരിപ്പിക്കുന്നു. ദൈവഭക്തിയുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ആണെങ്കിൽ ചെകുത്താൻ്റെ പിടിയിൽ നിന്നും അവർ മോചിതരാകും. എന്നാൽ നല്ലൊരു വിഭാഗം കുഞ്ഞുങ്ങൾ ചെകുത്താൻ്റെ പിടിയിൽ അകപ്പെടും, ചെകുത്താൻ്റെ അധീനതയിലാകും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വന്നാലും ചെകുത്താൻ്റെ സ്വഭാവം തന്നെ കാണിക്കും. അവർ പിന്നെ എല്ലാവിധ കുറ്റങ്ങളും ക്രൂരകൃത്യങ്ങളും ചെയ്യുവാൻ തുടങ്ങും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് ഒരു ലെവലാണ്, എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ആദ്യത്തേതിനേക്കാൾ ഉയർന്ന ലെവലാണ്.
നമ്മുടെ സമൂഹത്തിൽ 3 തരം ആളുകളെ നമുക്ക് കാണാം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവർ, തിന്മ ചെയ്താൽ മിണ്ടാതിരിക്കുന്നവർ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവർ. മനുഷ്യർ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര ബുദ്ധിമാന്മാരായാലും അവൻ്റെ അറിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾ ദൈവവിശ്വാസത്തിലും ആത്മീയത്തിലും വളർന്നു വന്നാൽ ദൈവ ഇഷ്ടം മനസ്സിലാക്കാം. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവ ഇഷ്ടം എന്താണെന്നുള്ളത് എഴുതി നമ്മുടെ കൈവശമിരിക്കുന്ന ഈ ബൈബിളിലൂടെ നമുക്ക് തന്നു. അത് ക്രിസ്ത്യാനികൾക്കോ പ്രത്യേക ജാതിക്കാർക്കോ പ്രത്യേക മതവിഭാഗക്കാർക്കോ പ്രത്യേക രാജ്യത്തിലുള്ളവർക്കോ അങ്ങനെ ആർക്കും വേണ്ടി ആയിരുന്നില്ല, മറിച്ച് സമ്പൂർണ്ണ മാനവരാശിക്ക് വേണ്ടി ഉള്ളതായിരുന്നു. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക, ഇത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ കാര്യമാണ്. അത് വളരെ പ്രയാസം ഉള്ള കാര്യമാണ്. അത് അവരുടെ ചിന്തകൾക്കും അപ്പുറമാണ്. ഒരാൾ എൻ്റെ ചെകിടത്തടിച്ചാൽ തിരിച്ച് അടിക്കാതിരിക്കുക അത് ഒരു ലെവലാണ്. ഒരാൾ എൻ്റെ ചെകിട്ടത്തടിച്ചാൽ തിരിച്ചടിക്കാതെ മറ്റേ ചെകിട് കൂടി കാണിക്കുക, ഇത് ആദ്യത്തേതിലും ഒരു പടി മുകളിൽ ഉള്ള കാര്യമാണ്. ആ വ്യക്തി എന്നോട് ചെയ്തത് ഞാൻ ക്ഷമിക്കുക മാത്രമല്ല, ആ വ്യക്തിയെ ആലിംഗനം ചെയ്യുക, ചുംബിക്കുകയും കൂടി ചെയ്യുക. ഇത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് ഒരു ലോജിക്കും ഇല്ല. എന്നാൽ യേശു അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മുൻപ് ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ 3 തരം ആളുകളെ കാണാമെന്ന്. ഒന്ന്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവർ. രണ്ടാമതായിട്ട്, തിന്മ ചെയ്താൽ മിണ്ടാതിരിക്കുന്നവർ. മൂന്നാമതായിട്ട്, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവർ. ഇതിൽ മൂന്നാമത്തെ തലത്തിൽ എത്തണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഇതാണ് സ്വർഗത്തിലെ ഒരു അളവുകോൽ. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും, കാനഡയിൽ എക്സ്പ്രസ് എൻട്രി എന്നൊരു വിസ സിസ്റ്റം ഉണ്ട്. അതിലൂടെ ആർക്ക് വേണമെങ്കിലും കാനഡയ്ക്ക് പോകാനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ ആ വിസ കിട്ടാൻ ഒരു വ്യവസ്ഥയുണ്ട്. ഒരു പരീക്ഷ എഴുതണം. അതുമാത്രമല്ല, ആ പരീക്ഷയിൽ മിനിമം 10-ൽ 7 മാർക്ക് കരസ്ഥമാക്കണം. എന്നാൽ നിങ്ങൾക്ക് വിസ കിട്ടും, നിങ്ങൾക്ക് കാനഡയ്ക്ക് പോകാം. അതുപോലെ തന്നെ സ്വർഗത്തിലെത്താൻ ഒരു ലെവലുണ്ട്. ആ ലെവലിലേക്ക് നമ്മൾ വളർന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അവിടേക്കുള്ള പ്രവേശനം ലഭിക്കും. ഒരു വചനം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് യഹോവയായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ കാൽവറിയിൽ ബലി കഴിച്ചത്. ഇനിയും അടുത്ത ദൈവ ഇഷ്ടം എന്താണെന്ന് നോക്കാം. ആ 3 പോയിൻ്റുകൾ ഒന്നായി നോക്കാം. ഒന്നാമത്തേത്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് എന്നോട് ചേർന്ന് ഒന്നുകൂടി പറയാം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട ഇഷ്ടങ്ങളാണ്. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാലോ, ലേഡീസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാലോ, യൂത്ത് മീറ്റിംഗ് എന്ന് പറഞ്ഞാലോ, കൺവെൻഷൻ എന്ന് പറഞ്ഞാലോ, ക്രൂസൈഡ് എന്ന് പറഞ്ഞാലോ, എല്ലാ മീറ്റിങ്ങിനും കുട്ടികൾ തൊട്ട് 90-100 വയസ്സായ കിഴവന്മാരും കിഴവിമാരും വരെ ആ മീറ്റിങ്ങിൽ സംബന്ധിക്കും. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, യുവജനങ്ങൾ മാത്രമേ അതിൽ പങ്കെടുക്കൂ എന്ന്. ഞാൻ ഒരിടത്ത് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം വെറുതെ ചോദിച്ചു.
എപ്പോഴും സന്തോഷിക്കുന്നവർ കൈപൊക്കി. എല്ലാവരും ഒരുപോലെ കൈപൊക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അപ്പനും അമ്മയും ശാസിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ ശാസിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവർ കൈപൊക്കിക്ക്. എല്ലാവരും ഒരുപോലെ കൈപൊക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണോ? അല്ല. ഞാൻ വീണ്ടും ചോദിച്ചു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവർ കൈപൊക്കിക്ക്. ആരും തന്നെ കൈപൊക്കിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കിക്കേ, മുന്നിലിരിക്കുന്ന കുട്ടികൾ കൈപൊക്കിയില്ല. കാരണം കുട്ടികൾ കള്ളം പറയില്ല. അതുപോലെ നിങ്ങളും ഇക്കാര്യത്തിൽ കള്ളം പറഞ്ഞില്ല. നിങ്ങൾ ആരും കൈപൊക്കിയില്ല. എന്നെ കേൾക്കുന്നവരോട് ഒന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എത്ര പേര് തങ്ങളുടെ കുഞ്ഞുങ്ങൾ കരയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു? ആരും കാണില്ല. ആരും തന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും കരയുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു സാധാരണ ലോജിക്ക് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ആനന്ദിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആനന്ദമുള്ളപ്പോൾ സന്തോഷിക്കാനും കഴിയില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ ആനന്ദത്തിലാണ്. കാരണം ഇത് ദൈവികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കുർത്ത എൻ്റെ മകൻ എനിക്ക് ഗിഫ്റ്റായി തന്നതാണ്. ഞാനതിൽ വളരെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഞാൻ ഈ റെക്കോർഡിങ് കഴിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ടേബിളിൽ ഈ കുർത്ത ഉടക്കി അത് കീറി എന്നിരിക്കട്ടെ. എൻ്റെ സന്തോഷം ഉടനെ ദുഃഖമായി മാറും. മറ്റൊരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിലെ ഷോക്കേസിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള കണ്ണാടി ചില്ലുകൊണ്ടുള്ള ഒരു വസ്തു വാങ്ങി വളരെ സന്തോഷത്തോടെ സാവധാനത്തോടെ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ കയറാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാല് കട്ടളപ്പടിയിൽ തട്ടി എൻ്റെ കയ്യിലിരുന്ന ആ വസ്തു പൊട്ടിപ്പോയി. അപ്പോൾ എൻ്റെ പ്രതിക്രിയ എന്തായിരിക്കും? എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സന്തോഷവും ഇല്ലാതായി. അത് ദുഃഖത്തിന് വഴിമാറി. നിങ്ങൾക്കറിയാമോ, സന്തോഷവും ആനന്ദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. സന്തോഷം ഈ ലോകത്തിലെ വസ്തുക്കളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് അല്പ ആയുസ്സേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയാം. കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഞാനൊരു കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു എന്നിരിക്കട്ടെ. ആ കുട്ടി വളരെ സന്തോഷത്തോടെ അത് വാങ്ങി കഴിക്കും. കുട്ടി അത് കഴിച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ സന്തോഷവും തീരും. ഞാൻ പറഞ്ഞത് സന്തോഷം വസ്തുനിഷ്ഠവും അല്പായുസ്സും ഉള്ളതാണ് എന്ന് സാരം. എന്നാൽ ആനന്ദം അത് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. അത് ദൈവവചനത്തിലൂടെ ലഭിക്കുന്നതാണ്. ഒരാളുടെ ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കുന്നു എങ്കിൽ അയാൾ എപ്പോഴും ആനന്ദത്തിലായിരിക്കും. അത് മറ്റാർക്കും നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അത് മറ്റാർക്കും പിടിച്ചു പറിക്കാൻ കഴിയുന്നതല്ല. നാം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആർക്കും അതിൽ നിന്ന് നമ്മെ അകറ്റാൻ സാധ്യമല്ല. ഈ എപ്പിസോഡ് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.